ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം തേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, വല്ലഭൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, വല്ലഭൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, വല്ലഭൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, വല്ലഭൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഈശോയുടെ സന്നിധിയിൽ തുടർന്ന് വരുന്ന പ്രാർത്ഥനാ സമയങ്ങളിൽ പൂർണ്ണമായി അവിടത്തേക്ക് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മറ്റ് യാതൊരു തരത്തിലുള്ള ജോലികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് ഇനിയുള്ള ഈ കുറച്ച് സമയം ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ചിന്തയിലേക്ക് വരണമേ. ഞാൻ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിലേക്ക്, ഞങ്ങളുടെ പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന് തരണമേ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ചോദിക്കുവിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചോദിക്കുവിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിപ്പാനെത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാനെത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, വല്ലഭൻ അവൻ വല്ലഭൻ. 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 വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. കാരുണ്യവാനായ നല്ല തമ്പുരാന്റെ മുൻപിൽ വലിയ സ്നേഹത്തോടെ, വലിയ പ്രത്യാശയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ സമയങ്ങളിലായിരിക്കാം. തിരുവചനം ഇപ്രകാരം പറയുന്നു: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിത യാത്രയിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, വിശുദ്ധ ഔസേപിതാവിന്റെ ജീവിതത്തിൽ, സകല വിശുദ്ധരുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, അവരെല്ലാവരും അവരുടെ യൗവന ജീവിതത്തിൽ വളരെയധികം വേദനയിൽ, ത്യാഗത്തിൽ കടന്നുപോയവരാണ്. ഒത്തിരിയേറെ വേദനകൾ സഹിച്ച് ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്തവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് യുവാക്കളായ നമ്മുടെ ജീവിതത്തിൽ പലവിധ വേദനകളിലൂടെ, പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. എല്ലാ വേദനകൾക്കും ഒടുവിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാകും. തിരുവചനം ഇപ്രകാരം പറയുന്നു: വേദനയോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. ഇന്നനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നാളത്തെ സന്തോഷത്തിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കി നല്ല തമ്പുരാന്റെ കൂടെ ഒത്തിരി വിശ്വാസത്തോടെ, നല്ല പ്രത്യാശയോടെ ഇന്നത്തെ വേദനകളെല്ലാം സഹിച്ച് തമ്പുരാനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ കാണുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന, നമ്മുടെ സഹനങ്ങൾ കാണുന്ന ഒരു നല്ല ദൈവം ഇതാ നമുക്ക് മുൻപിൽ തിരുവോസ്തിയുടെ രൂപത്തിലായിരിക്കും. കർത്താവിന് സമർപ്പിക്കാൻ നമ്മുടെ കയ്യിലുണ്ടാകുക നമ്മുടെ കുറവുകളായിരിക്കും, നമ്മുടെ വേദനകളായിരിക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകളായിരിക്കും, വേദനകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളായിരിക്കും. എല്ലാം നല്ല ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ രോഗാവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥ, കടബാധ്യതകൾ, സൗഹൃദ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുത്ത് കാൽവരിയുടെ വിരുമാറിൽ ഇരുകൈകളും വിരിച്ചു പിടിച്ചപ്പോൾ അവിടുന്ന് നമുക്ക് നേടിത്തന്നത് രക്ഷയാണ്.
പാപമോചനമാണ്. ഒപ്പം പ്രതീക്ഷയുടെ ചിഹ്നമായ കുരിശാണ്. പ്രിയപ്പെട്ടവരെ, വേദനകളാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലേക്ക് നയിക്കുന്നത്. ഓരോ വേദനകളും, ഓരോ ജീവിത സാഹചര്യങ്ങളും ഓരോ പാഠങ്ങളാണ്. വീഴുമ്പോൾ നമ്മൾ അവിടെ വീണ് കിടക്കുന്നില്ല, മറിച്ച് എഴുന്നേറ്റ് നടക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ കുറവുകളിൽ നമ്മൾ തങ്ങി നിൽക്കാതെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കണം. ഓടേണ്ട സാഹചര്യങ്ങളിൽ ഓടണം, വിശ്രമിക്കേണ്ട സാഹചര്യങ്ങളിൽ വിശ്രമിക്കണം. അതുപോലെ തന്നെ ഈശോയോട് ചേർന്ന് നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ ഈശോയോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ മുഴുവനും നമ്മുടെ കൂട്ടായി, നമ്മുടെ കരുതലായി, നമ്മുടെ പ്രത്യാശയായി, നമ്മുടെ വിശ്വാസമായി നാം ഈശോയെ ചേർത്ത് പിടിക്കണം. നിയമാവർത്തന പുസ്തകം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടെ ഈശോയെ ശ്രവിക്കാറില്ല. പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ശ്രവിക്കാറില്ല. മറിച്ച് നമ്മൾ നമ്മുടെ ബുദ്ധിയെ ആശ്രയിക്കും. നമ്മുടെ ബുദ്ധി നയിക്കുന്നിടത്തേക്ക് പലപ്പോഴും നമ്മൾ പരാജയത്തിലേക്ക് നീങ്ങാനായിട്ട് കാരണമാകും. നേരെ മറിച്ച് നമ്മുടെ കർത്താവായ ഈശോയെ ധ്യാനിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലെ ത്യാഗങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച്, നമ്മുടെ യൗവന കാലഘട്ടത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച്, നമ്മുടെ യുവത്വം ഈശോയ്ക്ക് സമർപ്പിച്ച്, ഒത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവയെല്ലാം നന്മയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ വേദനകളിൽ ഈശോ ദൈവമായ കർത്താവ് അവരുടെ കൂടെ നിന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ കരങ്ങളും വിരിച്ചു പിടിച്ച് ഈശോയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഈശോ എടുത്തു മാറ്റും. ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ഈശോയ്ക്ക് ഒരു നിമിഷം കൊണ്ട്, ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഈശോയ്ക്ക് കഴിയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിന്റെ വിശ്വാസമാണ്, എൻ്റെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നത്. വിശ്വാസമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഒരു മാറ്റങ്ങൾക്കും കാരണമാകുകയില്ല. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചപ്പോൾ, കണ്ണുകാണാത്ത അന്ധം വിശ്വസിച്ചപ്പോൾ, ലാസറിന്റെ സഹോദരിയായ മർത്തായ മറിയം വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ നടന്നു. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നു. ഉറച്ച വിശ്വാസത്തോടെ, ഉയർന്ന പ്രത്യാശയോടെ ഈശോയെ ആരാധിക്കുമ്പോൾ, ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ, ഈശോയുടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പരിശ്രമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. ഈശോയോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഈശോ മിശിഹ നമ്മളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ഈശോ നമ്മുടെ കൂടെ നടക്കാനായിട്ട്, കൂടെ ഇരിക്കാനായിട്ട്, എന്തിന്, നമ്മുടെ കൂടെ കളിക്കാനായിട്ട്, ഒത്തിരി സ്നേഹത്തോടെ നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈശോ മുട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ഈശോയെ കൂട്ടായി കരുതണം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില അടിമത്തങ്ങൾ ഉണ്ടാകും.
സോഷ്യൽ മീഡിയയുടെ, അതുപോലെ തന്നെ തെറ്റായ കൂട്ടുകെട്ടുകളുടെ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ചില ബന്ധനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്ന മരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ബന്ധനങ്ങളെ തകർക്കാം. ഈശോ എന്ന മരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അടിമത്തങ്ങൾ അവസാനിപ്പിക്കാം. വലിയ സ്നേഹത്തോടെ, വലിയ ത്യാഗത്തോടെ, വലിയ സന്തോഷത്തോടെ നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് പാടാം. ഈശോയെ എന്ന ഹൃദയത്തിൽ ആവർത്തിച്ച് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കാം. ഇതുവരെ കേട്ട വചന വിചിന്തനങ്ങളിലെല്ലാം ദൈവസ്നേഹത്തിൻ്റെ, കൈപിടിച്ച് നടത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ, എന്നെ കരം പിടിച്ച് വഴി നടത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ആ സ്നേഹത്തെ ഓർത്ത് ധ്യാനിച്ച് നമുക്ക് അവിടുത്തെ മുമ്പിൽ അല്പസമയമായിരിക്കാം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ അളവുകളില്ലാതെ, അകലങ്ങളില്ലാതെ, അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവസ്നേഹത്തിന് മുന്നിൽ ഈശോയെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, എനിക്ക് അവിടുത്തെ സ്നേഹം മാത്രം മതി എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ, വലിയ നിയോഗത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം. എൻ്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം, എൻ്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം, എൻ്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്നെ മിഴിനീരു മാറ്റുന്ന സ്നേഹം, എൻ്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്നെ മിഴിനീരു മാറ്റുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആവർത്തിച്ച് പാടാം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇന്ന് നമ്മളോടും നാം ഓരോരുത്തരോടും വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും
ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മൾ ദൈവത്തിൻ്റെ വലിയൊരു ആലയമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ, അവിടുത്തെ തിരുവചനത്തിൻ്റെ, തിരുരക്തത്തിൻ്റെ, തിരുശരീരത്തിൻ്റെ, തിരുസാന്നിധ്യത്തിൻ്റെ വലിയൊരു ആലയമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ മുഴുവനുമുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രകടമായ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം കൂടി ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് ധ്യാനിക്കാം. എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ ആത്മാവിലാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, എന്റെ ആത്മാവിലാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹമാണു ദൈവം, ആ സ്നേഹമാണു ദൈവം, ആ സ്നേഹമാണു ദൈവം, ആ സ്നേഹമാണു ദൈവം. ഈശോയുടെ സന്നിധിയിൽ വലിയ ശാന്തതയോടും ആത്മസന്തോഷത്തോടും കൂടി ഈശോയുടെ സന്നിധിയിൽ ഈശോയെ നോക്കി നമുക്കായിരിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമ്മെ നയിക്കുന്ന, വഴി നടത്തുന്ന, അനുഗ്രഹിക്കുന്ന നമ്മുടെ മാതൃകയായ, നമ്മുടെ എല്ലാമായ ഈശോയെ മാത്രം നമുക്കിപ്പോൾ സമയം നോക്കിയിരിക്കാം. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ തൊടണമേ, ആ സ്നേഹം എന്നിൽ പ്രകടമാക്കി തരണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും അതിലൂടെ അങ്ങേ മഹത്വപ്പെടുത്താനുമുള്ള വലിയ കൃപകളും വരങ്ങളും വലിയ ദൈവീക അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് തരണമേ എന്ന് നമുക്കായി അല്പസമയം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന്. സ്നേഹമുള്ളവരെ, ലോകത്തിന് മുഴുവൻ അമ്മയായി ഉയർത്തപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത്. പരിശുദ്ധ അമ്മയെ ലോകത്തിൻ്റെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാം ഒരു അമ്മയായി ഉയർത്തിയ സമയം. പരിശുദ്ധ അമ്മ വാനോളം ഉയർത്തപ്പെട്ട നിമിഷങ്ങൾ. ആ പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനം മുതൽ ഇവിടുത്തെ മരണം വരെ മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ഈശോയെ അടുത്ത് അനുഭവിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ യുവഹൃദയങ്ങളിൽ വരുന്ന എല്ലാ ആവലാദികളെയും വിഷമങ്ങളെയും ഒക്കെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനായി നമുക്ക് വിട്ടുകൊടുക്കാം.
ആ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും പ്രത്യേക പരിപാലനയും യുവഹൃദയങ്ങളിൽ, യുവജനങ്ങളിൽ, യുവജന സാന്നിധ്യങ്ങളിൽ, യുവജനങ്ങളുടെ മേഖലകളിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പോലൊരമ്മ എൻ്റെ ജീവൻ്റെ നാളമമ്മ, റോസാപ്പൂ പോലൊരമ്മ എൻ്റെ ജീവൻ്റെ നാളമമ്മ, ജപമാല വഴിയിൽ തൻ തിരുസുതനെ ഞങ്ങൾക്കു നൽകിയമ്മ, ഞങ്ങൾ തൻ സ്നേഹമമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. റോസാപ്പൂ പോലൊരമ്മ എൻ്റെ ജീവൻ്റെ നാളമമ്മ, റോസാപ്പൂ പോലൊരമ്മ എൻ്റെ ജീവൻ്റെ നാളമമ്മ, ജപമാല വഴിയിൽ തൻ തിരുസുതനെ ഞങ്ങൾക്കു നൽകിയമ്മ, ഞങ്ങൾ തൻ സ്നേഹമമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ
പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകമായി ഈ ദിവസങ്ങളിലൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി IELTS, OET എക്സാം എഴുതുന്ന എല്ലാ യുവജനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിത നിയോഗങ്ങളെ, ജീവിത ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്രയിൽ അവർക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ പലവിധ വിഷമങ്ങൾ മൂലം, തെറ്റിദ്ധാരണകൾ മൂലം വീട് ഉപേക്ഷിച്ച്, വീട് വിട്ട് വീട്ടിലെ വേണ്ടപ്പെട്ടവരെ, ബന്ധുക്കളെ, ഉറ്റവരെയെല്ലാം മറന്ന് അന്യദേശങ്ങളിലായിരിക്കുന്ന എല്ലാ യുവഹൃദയങ്ങളെയും യുവജനങ്ങളെയും നമുക്ക് പ്രത്യേകമായി ഈ സമയം ഒരു നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ആ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയും ആ ഭവനത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അപ്രകാരം ദൈവസ്നേഹത്തിൻ്റെയും ദൈവിക സാന്നിധ്യത്തിൻ്റെയും വലിയ അനുഭവങ്ങൾ ലഭിക്കുവാൻ വേണ്ട തക്ക വിധത്തിലുള്ള ഒരു ജീവിതം അവർക്ക് നൽകണമേ. അവരിൽ നഷ്ടപ്പെട്ടതുപോലെ വിഷമിക്കുന്ന അവരുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പ്രത്യേക ഇടപെടലിലൂടെ അവരെല്ലാവരും ജീവിതത്തിലെ യഥാസ്ഥാനത്തേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള പ്രത്യേക നിയോഗവുമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ സ്വർഗരാജ്ഞി, അമ്മേ
ഈശോയുടെ സന്നിധിയിൽ ശാന്തമായി നമുക്കിരിക്കാം. ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഈശോയോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കാം. ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്കായിരിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായമാണ് നാം ഇന്ന് വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ തുടർച്ചയെന്നോണം ഇന്ന് നെബൂഖദ്നേസർ രാജാവിൻ്റെ 2ാമത്തെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു രംഗമാണ് 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇതിൽ വളരെ സവിശേഷമായൊരു കാര്യം 4ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് ഇങ്ങനെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമായി ഉണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവം എനിക്ക് അറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത്, അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ, അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത് 3 യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് ഇടുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അതിനുശേഷം യഥാർത്ഥ സത്യദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന നെബൂഖദ്നേസർ രാജാവിനെ നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയെന്നോണമെന്നാണ് നാം ഇപ്പോൾ ഇത് വായിച്ചു കേൾക്കുന്നത്. വീണ്ടും നെബൂഖദ്നേസർ രാജാവിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഉണ്ടാവുകയാണ്. സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ അവസാനം എൻ്റെ ദേവന്റെ നാമധേയമനുസരിച്ച് ബൽത്തഷാസർ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എൻ്റെ മുമ്പിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു. രാജാവ് കണ്ട സ്വപ്നത്തെ അത് വ്യാഖ്യാനിക്കാനായി നമ്മൾ മുൻപും ഒരു സ്വപ്ന വ്യാഖ്യാനത്തിനായി പലരെയും സമീപിച്ചപ്പോഴും സാധിക്കാത്തടത്ത് ദാനിയേലാണ് ആ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ നല്ല ഒരു വിശേഷണം ദാനിയേലിന് രാജാവ് നൽകുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ ദൈവകൃപകൾക്കനുസരിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ജനതകൾക്ക് മുമ്പിൽ തന്നെ വലിയ ഒരു അടയാളങ്ങളും വലിയ കൃപകളും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ആ വ്യക്തികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വിശേഷണം ദാനിയേലിന് നൽകിയത്. അങ്ങനെ ദാനിയേലിനോട് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ആ സ്വപ്നം വ്യാഖ്യാനിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ദാനിയേൽ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം ദാനിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വപ്നം നിന്നെ വെറുക്കുന്നവരെയും വ്യാഖ്യാനം നിന്റെ വൈരികളെയും ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് തന്നെ രാജാവ് വളരെയധികം അസ്വസ്ഥതപ്പെട്ടു. ഇത് രാജാവിന് പറ്റിയുള്ളൊരു സ്വപ്നമായിരുന്നു, വലിയ തകർച്ചകളുടെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ദാനിയേൽ ഈ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനാൽ രാജാവേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ദൈവത്തിന്റെ ആത്മാവുള്ള ദാനിയേൽ പറയുന്നു, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഒരു പക്ഷേ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കും. ദാനിയേൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം അത് രാജാവിന് മാത്രമല്ല, നമ്മുടെ യുവഹൃദയങ്ങളിലേക്കും ഏറ്റവും ആകർഷകമായ വചനങ്ങളാണ്. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ദൈവം
അനുഗ്രഹിക്കുമെന്നുള്ളൊരു സൂചന നൽകുകയാണ്. പക്ഷെ അവസാനം രാജാവ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോവുകയും, അങ്ങനെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകിന്റെ തൂവലുകൾ പോലെയും വളരുന്നത് വരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസരായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. നെബൂഖദ്നേസർ രാജാവ് തുടർന്ന് പറയുകയാണ്, ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ആധിപത്യം അനന്തമാണ്. അവിടുത്തെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. സകല ഭൂവാസികളും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇച്ഛയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ എന്താണ് ഈ ചെയ്തതെന്ന് അവിടുത്തോട് ചോദിക്കാനോ സാധിക്കുകയില്ല. ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി. എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ ഉപദേശകന്മാരും പ്രഭുക്കന്മാരും എന്നെ തേടി വന്നു. എൻ്റെ രാജ്യത്തിൽ ഞാൻ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു. പൂർവാധികം മഹത്വം എനിക്ക് ലഭിച്ചു. നെബൂഖദ്നേസരായ ഞാനിപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ്. അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും. നെബൂഖദ്നേസർ രാജാവ് വലിയൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരുന്ന തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ദൈവത്തിനെ കുറിച്ചുള്ള വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രാജാവിനെ കാണുന്നു. തുടർന്ന് രാജാവിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ വീണ്ടും തൻ്റെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകുകയാണ്. അങ്ങനെ ഒരു ദേശത്തിൻ്റെ ഒരു അധിപനെ, രാജാവിനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. സ്നേഹമുള്ളവരെ, യുവജനങ്ങളെ, യുവഹൃദയങ്ങളിൽ വീണ്ടും വീണ്ടും ആത്മാവ് പ്രചോദിപ്പിക്കുന്നത് കാലത്തിന്റെ അടയാളമനുസരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകാനുമുള്ള വലിയ വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നു, പല പ്രതിമകളെയും മറ്റു ദേവന്മാരെയും ആരാധിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനെ പോലും തൻ്റെ ജീവിതങ്ങളെ തൻ്റെ സാന്നിധ്യം കൊണ്ട് ദാനിയേൽ ഒരു സ്വർഗത്തിലിരിക്കുന്ന രാജാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരാനായി സാധിച്ചു. ഭൂമിയിലുള്ള രാജാക്കന്മാരല്ല, മറിച്ച് സ്വർഗത്തിലുള്ള രാജാവാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കുന്ന ഒരു ജീവിതത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദാനിയേലിന് സാധിച്ചു. നമ്മുടെ ജീവിതങ്ങളിലും ദാനിയേൽ പ്രവാചകനെ പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഒരു ചൂണ്ടുപലകയെന്നോണം, ദൈവത്തിന്റെ ഒരു ദൂതനെ പോലെ അവരുടെ ജീവിതങ്ങളേക്ക് പരിഹാരം നൽകുവാനും അങ്ങനെ സ്വർഗത്തിലെ രാജാവിനെ ദൈവമായി സ്വീകരിക്കാനുള്ള വലിയ കൃപകൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇനി തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് ഇനിയുള്ള സമയം ചെലവഴിക്കാം. ദൈവത്തോട് മാത്രം നോക്കിക്കൊണ്ട്, അവിടുത്തെ സ്നേഹത്തെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ആയിരിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളിൽ, പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ബലഹീനതകളിൽ സഹായമരുളുന്ന ഒരു നല്ല ദൈവം, ഒരു നല്ല കർത്താവ്, ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്ക് മുൻപിലായിരിക്കുന്ന ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. സാമുവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 24-ാം വാക്യം പ്രകാരം പറയുന്നു: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത
മഹാകാര്യങ്ങളെ സ്മരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ 1 മണിക്കൂർ നേരം നമ്മുടെ കണ്ണുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, 1 മണിക്കൂർ നേരം നമ്മുടെ നാവുകൾ ചലിച്ചില്ലെങ്കിൽ, 1 മണിക്കൂർ നേരം നമ്മുടെ കൈകാലുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഒരു 5 സെക്കൻഡ് സമയം നമുക്ക് നമ്മുടെ ശ്വാസം വലിക്കാൻ പറ്റിയില്ലെങ്കിൽ, കൂട്ടുകാരെ ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ജീവിതം എത്രയധികം വേദന നിറഞ്ഞതായിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഓരോ നിമിഷവും നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ നമുക്ക് ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പലവിധ കുറവുകൾ നമുക്കുണ്ടാകും. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരണമെന്നില്ല, മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്ക് ഇഷ്ടമുണ്ടായെന്ന് വരണമെന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനിടയായെന്ന് വരാം. ഈശോ തൻ്റെ ജീവിതം മുഴുവനും നമുക്ക് കാണിച്ചു തന്നത് ക്ഷമയുടെ ഭാവമാണ്. ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞത് കരുണയാണ്, സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരാം. ക്ഷമയുടെ മാതൃക കാണിച്ചു തന്ന, നമ്മളെ അനുദിനം ചേർത്ത് പിടിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒറ്റപ്പെടലിന്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തിയാണ് നമ്മുടെ ഈശോ തമ്പുരാൻ. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സഹിച്ചിട്ടും എല്ലാവരും കൂടെ ഒരു കുറ്റവാളിക്ക് വേണ്ടി ഈശോയെ തൂക്കുമരത്തിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ, ആരുമില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ, നമ്മുടെ വേദന മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിന്റെ വിങ്ങല് മനസ്സിലാക്കുന്ന ഒരു നല്ല ഈശോ, ഒറ്റപ്പെടലിന്റെ വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഈശോ തമ്പുരാൻ ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിൽ ഒരുപാട് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഈശോയുടെ അരികെയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ജെറേമിയായുടെ പുസ്തകം 31-ാം അധ്യായം 17-ാം വാക്യം, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് എല്ലാം ശരിയാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈശോ
എല്ലാം ശരിയാകും. ഉയർന്ന വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോടെ നമ്മെ സഹായിക്കുന്ന ഈശോയെ, നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ, നമ്മൾ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സങ്കീർത്തന പുസ്തകം 145-ാം അധ്യായം 14-ാം വാക്യം. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. മനുഷ്യരായ നാം പലവിധ വീഴ്ചകൾക്കും കാരണമാകും. നമ്മുടെ ബലഹീനതകൾ വഴിയായി പലപ്പോഴും പാവം ചെയ്യാനും നമ്മുടെ തകർച്ചകൾക്കും കാരണമാകും. ഈശോ പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നൽകിയ വാഗ്ദാനങ്ങൾ നീ ഓർക്കുക, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും, മരണത്തിന്റെ നിഴലിൽ നിന്ന് ഞാൻ നിന്നെ കാത്ത് സംരക്ഷിക്കും, സകലവിധ തിന്മകളിൽ നിന്നും ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും. അവിടുത്തെ വലിയ വാഗ്ദാനത്തെ, അവിടുത്തെ വലിയ പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈശോയ്ക്ക് സാധിക്കും. ഈശോയ്ക്ക് ആവശ്യം നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്, ഈശോയോടുള്ള പരിപൂർണമായിട്ടുള്ള സ്നേഹം മാത്രമാണ്. ഒരുപാട് വിശ്വാസത്തോടെ, ഉറച്ച ബോധ്യത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടുകുത്തി നിന്ന് അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും ജീവിതത്തിലെ പല മേഖലകളിലേക്കും ഇതുവരെ കേട്ട തിരുവചനത്തിൻ്റെ ശക്തിയാൽ, നാം ശ്രവിച്ച വചനത്തിൻ്റെ ശക്തിയാൽ, നമ്മൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളും പ്രാർത്ഥനകളുമെല്ലാം അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം തന്നെ അത് ഈശോ തൊട്ട് അനുഗ്രഹിച്ച് നമുക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ മുമ്പിൽ നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള മനസ്സോടെ, നന്ദിയുള്ള ജീവിതത്തോടു കൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുക. സൽപിതാവേ നന്ദിയോടങ്ങേ സാദരം അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. ഹല്ലേലൂയ സാദരം നിന്നെ പാടിപ്പുകഴ്ത്തുന്നു. യേശുനാഥ നന്ദിയോടങ്ങേ സാദരം അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു.
ഹല്ലേലൂയ സാദരം അങ്ങേ പാടി പുകഴ്ത്തുന്നു. പാവനാത്മാ നന്ദിയോടങ്ങേ സാദരം അങ്ങേ പാടി പുകഴ്ത്തുന്നു. ഹല്ലേലൂയ സാദരം അങ്ങേ പാടി പുകഴ്ത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.